കുട്ടികളുടെ ഫേവറേറ്റ് ഡോറ പാൻകേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദമാവും 1/2 കപ്പ് ആട്ടമാവും പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/4 കപ്പ് പാൽപ്പൊടി അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേനും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം. പക്ഷേ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എല്ലാം ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാൽ എത്ര വേണം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ എണ്ണയോ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു തവിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ കുറേയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലായിരിക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പ്രെഡ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട് ചോക്ലേറ്റ് സ്പ്രെഡാണ് തേച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഡോറ പാൻകേക്ക് റെഡിയാണ്.